ജപ്പാൻ ട്രാവൽ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ ടോക്കിയോയിലെയും പിന്നെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിലെയും കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർ കാണണേ. ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഹിരോഷിമയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹിരോഷിമയിൽ നിന്ന് ക്യോട്ടോയിലേക്ക് ഏകദേശം 361 കിലോമീറ്റർ ദൂരമുണ്ട്. 4 മണിക്കൂറിലധികം എടുക്കും അവിടെ എത്താനായിട്ട്. ജപ്പാൻ യാത്ര തുടങ്ങിയിട്ട് 2-3 ദിവസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ടും നല്ല പരിചയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാത്ര കുറച്ചുകൂടെ ഒരു രസകരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും തമ്മിൽ നല്ലൊരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ കിയോട്ടോയിലെത്തി ബസ് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്നിങ്ങനെ നല്ല കളർഫുൾ മരങ്ങളുടെ ബാക്ക്ഡ്രോപ്പ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. ജപ്പാനിലെ ഒരു ട്രഡീഷണൽ ആൻഡ് ഓൾഡസ്റ്റ് സിറ്റിയാണ് കിയോട്ടോ. അവിടെ ഒരുപാട് ബുദ്ധിസ്റ്റ് ടെമ്പിൾസ്, ഗാർഡൻസ് ഒക്കെയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ക്യോട്ടോ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനായ അരാഷിയാമ ബാംബു ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഇതേ ഒരു ഇത് കണ്ടോ, സെമിത്തേരി കണ്ടോ അവിടെ. ബാംബു ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ശ്രീൻ, അതായത് ഒരു ചെറിയ ദേവാലയത്തിലേക്കാണ് നമ്മൾ ആദ്യം കയറിയത്. അവിടെ പ്രാർത്ഥിക്കാൻ വന്നവരെക്കാളും കൂടുതലായിട്ട് ടൂറിസ്റ്റുകളാണ് ഉള്ളത്. പിന്നെ കുറച്ച് പൂജയ്ക്കുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അവരുടെ പ്രാർത്ഥനാ രീതി കണ്ടോ, ഇങ്ങനെ കൈ കൊട്ടിയിട്ടും പിന്നെ ആദ്യം മണി അടിക്കുന്നു, പിന്നെ പ്രാർത്ഥിച്ച് കുനിഞ്ഞ് കൈ കൊട്ടുന്നു. അങ്ങനെയൊക്കെയാണ് അവരുടെ പ്രാർത്ഥനാ രീതി കണ്ടത്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും പിന്നെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാവാനും പിന്നെ മറ്റ് ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അത്രേ. ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അരാഷിയാമ ബാംബു ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ട്രെയിൻ വരുന്നതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി അരാഷിയാമ ബാംബു ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും മുളച്ചെടികൾ ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത്. ഇവിടുത്തെ മുളകളുടെ ഒരു പ്രത്യേകത കണ്ടാവും. ഓരോരോ സിംഗിൾ മരങ്ങളായിട്ടാണ് ഇത് ഉള്ളത്. ഇതൊരു നാച്ചുറൽ ഫോറസ്റ്റ് ആണ് കേട്ടോ. കടും പച്ച നിറത്തിൽ ഇങ്ങനെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ഈ മുളങ്കൂട്ടങ്ങളും അതിങ്ങനെ കാറ്റിൽ ആടി ഒലയുമ്പോഴുള്ളൊരു ചെറിയ സംഗീതമൊക്കെ കൂടെ ആ മുളങ്കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഉണ്ടാവുക. തെൻര്യൂജി സെൻ ടെമ്പിളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. ഇതിൻ്റെ പുറകിലായിട്ട് അരാഷിയാമ പർവ്വതനിരകൾ കാണാം. പിന്നെ ഇതിനോട് ചേർന്നിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനും കൂടെ ഉണ്ട് കേട്ടോ. സാധാരണ ഇവിടുത്തെ ടെമ്പിളുകളെല്ലാം ഒരു റെഡ് കളറിലാണ് കാണുന്നത്. ഇത് മാത്രം ഇങ്ങനെ വൈറ്റ് കളറിലാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഓട്ടം കളേഴ്സിൽ നിൽക്കുന്ന ഈ മരങ്ങളുടെ ഭംഗി എത്ര കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല. അത് മാത്രമല്ല, ഇതിനെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ. അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് പോകാൻ തോന്നാത്ത പോലെ.
നമ്മൾ പറയില്ലേ സ്വർഗം പോലെ സുന്ദരം എന്നൊക്കെ, അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഞാൻ അവിടുന്ന് അതിലെ നടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ചിലപ്പം ഇതുപോലൊക്കെ ആയിരിക്കും സ്വർഗം എന്ന്. അത്രക്ക് കണ്ടിട്ട് മതിയാവാത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. ജപ്പാനിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സ്ഥലം കൂടിയായിരുന്നു ഈ ഒരു ഭാഗം. ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി, ഈ ഒരു മരങ്ങളും പൂക്കളും പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പ്രകൃതി ഉണ്ടല്ലോ, അത് തരുന്ന ഒരു ഫീൽ, അത് തരുന്ന ഒരു സന്തോഷം, ആനന്ദം എന്നൊക്കെ പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയായിരുന്നു. ദൈവത്തിനെ സ്തുതിച്ചു പോകും നമ്മൾ. കിയോട്ടോയിലെ കിൻകാകൂജി ടെമ്പിൾ അല്ലെങ്കിൽ ഗോൾഡൻ പവലിയൻ എന്നറിയപ്പെടുന്ന സെൻ ബുദ്ധിസ്റ്റ് ടെമ്പിളിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് 3 നിലകളായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ മുകളിലത്തെ 2 നിലകളിൽ ഗോൾഡൻ ലീഫ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ പവലിയൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരു വെള്ളത്തിന് നടുവിലായിട്ട്, അതൊരു പോണ്ടിന് നടുവിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ പോണ്ടിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ക്യോക്കോച്ചി അഥവാ മിറർ പോണ്ട് എന്നാണ് ഈ പോണ്ട് അറിയപ്പെടുന്നത്. 1397 ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ 1955 റീകൺസ്ട്രക്റ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശനം ഇല്ല കേട്ടോ. ഒരു ഹിസ്റ്ററിക് മോണ്യുമെൻ്റായ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ്. ഗോൾഡൻ പവലിയനും പിന്നെ ആ പോണ്ടും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം വലിയൊരു ഗാർഡനാണ്. അവിടെ നിറയെ ചെടികളും മരങ്ങളും പിന്നെ ആൾക്കാർക്ക് നടക്കാനുള്ള പാത്വേയും ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് സ്റ്റാച്യൂസ് ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആൾക്കാർ കോയിൻസ് എറിയാണ്. ഗാർഡനകത്തുള്ള വേറൊരു ചെറിയ ടെമ്പിളാണിത്. ഇവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയും തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നട്ട്സ് കണ്ടപ്പോൾ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു നോക്കി. അപ്പോൾ അതൊരു മസാല നട്ട്സ് ആയിരുന്നു. പക്ഷെ കഴിച്ചു നോക്കിയപ്പം അതിൻ്റെ ടേസ്റ്റ് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതായിരുന്നു. എന്തോ ഒരുമാതിരി കുത്തുന്ന ഒരു ടേസ്റ്റ്. പിന്നെ ആ മസാലയുടെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത്. AD 834 848 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. പിന്നെ 1934 ഇത് റീകൺസ്ട്രക്ട് ചെയ്യാണ് ഉണ്ടായത്. ബ്രിഡ്ജും പുഴയും പിന്നെ അപ്പുറത്തുള്ള ആ മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടും പിന്നെ അതിൻ്റെ പുറകിലായിട്ടുള്ള മലനിരകളും ഒക്കെ കൂടെ നല്ലൊരു സീനിക് ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിസ്സ ഹട്ടിൽ കയറിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. ജപ്പാൻ ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.